ഉല്ലാസമായിട്ട് കാലങ്ങൾ കടന്നുപോയി. ഓണം, വിഷു, തിരുവാതിരയും തുടങ്ങിയിട്ടുള്ള ആണ്ടൃതികളും കഴിഞ്ഞു. ഓഫീസിലെ തിരക്കിനൊപ്പം തന്നെ സാഹിത്യ സമ്മേളനങ്ങള്, സാംസ്കാരിക സമ്മേളനങ്ങള്, കൂടാതെ കോലായ തുടങ്ങിയിട്ടുള്ള സംഗമങ്ങള്, അങ്ങനെ പല പരിപാടികളായിട്ട് വളരെ തിരക്കായിട്ട് കഴിഞ്ഞു. അതിനിടയും കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. പൊതുവെ മൂല്യച്യുതിയെ പറ്റിയും പരിസ്ഥിതിയെ പറ്റിയും ഒക്കെയാണ് അധികം അദ്ദേഹം കവിതയിൽ വിഷയമാക്കിയിട്ടുള്ളത്. അങ്ങനെ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ 81 എന്തെന്നറിയാത്ത ഒരസുഖം അദ്ദേഹത്തെ ബാധിച്ചു. കാര്യമായ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഭേദം കാണാണ്ടിരുന്നപ്പോ എന്തോ മാരക രോഗമാണ് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിലാണ് സഫലമീ യാത്ര എന്നുള്ള കവിത 1981 അത് എഴുതിയിട്ടുള്ളത്. 82 മാതൃഭൂമി ഓണപ്പതിപ്പിൽ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗിയായി തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നു. ഈ കവിത വന്നപ്പോഴാണ് അടുത്ത സുഹൃത്തുക്കളടക്കം എല്ലാവർക്കും അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ പറ്റിയിട്ട് മനസ്സിലായത്. അപ്പോ അതിന് പ്രതികരണമായിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും വളരെ കവിതകൾ വരികയുണ്ടായി, കത്തുകളും വരികയുണ്ടായി. പക്ഷെ 82 പകുതിയായപ്പോഴേക്കും അദ്ദേഹത്തിന് അസുഖമൊക്കെ മാറി സാധാരണ നിലയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. സാധാരണ നിലയിൽ തന്നെ മീറ്റിങ്ങുകൾക്കും ദൂരയാത്രകൾക്കും ഒക്കെ പോവാൻ സന്ദർഭം ഉണ്ടായി. അങ്ങനെ സാധാരണ നിലയിലായ അവസരത്തില് ചില സുഹൃത്തുക്കൾ പറഞ്ഞു, സഫലമീ യാത്ര എന്നുള്ള കവിത എഴുതിയിട്ട് അങ്ങ് ഞങ്ങളെ വളരെയേറെ സങ്കടപ്പെടുത്തി, അതുകൊണ്ട് അതിന് പകരമായിട്ട് വേറെ ഒരു കവിത ഉടനെ എഴുതണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സന്ദർഭത്തില് ആണ് ആഗസ്റ്റിലാണല്ലോ ഓണം വരിക. അപ്പോ തിരുവനന്തപുരത്ത് ആകാശവാണി അവിടെ ഓണ പരിപാടിയായിട്ട് ഒരു കവി സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കവി സമ്മേളനത്തിന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത എഴുതുണ്ടായത്. അതാണ് നന്ദി തിരുവോണമ നന്ദി എന്നുള്ള കവിത. പൊതുവെ പ്രസാദാത്മകമാണ് അതിന്റെ സ്വരം എങ്കിലും സഫലമീ യാത്രയുടെ ഒരു തുടർച്ചയായിട്ടാണ് ആ കവിത അനുഭവപ്പെടുന്നത്. അതായത് ഓണക്കളികളെ പറ്റിയോ അല്ലെങ്കിൽ ഓണപ്പൂക്കളത്തെ പറ്റിയോ മറ്റെന്തെങ്കിലും ഓണത്തെ പറ്റി അതിൽ പറയുന്നില്ല. കുന്നുംതുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലോ എന്ന് ആ തുമ്പെ പറ്റിയിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ് ആ കവിതയിലുള്ളത്. അത് സഫലമീ യാത്രയിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഘട്ടങ്ങളും ഒരു മനുഷ്യായുസ്സിൽ അനുഭവിച്ചിട്ടുള്ള ഓരോ അനുഭവങ്ങളും ആണ് അതിൽ സഫലമീ യാത്രയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സമാപനമായിട്ട് കാലമിനിയും വരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് അവസാനിക്കുന്നത് പോലെ തന്നെ ഈ കവിതയിലെ നന്ദി തിരുവോണം എന്നുള്ള കവിതയിലെ ഈ മനുഷ്യാവസ്ഥയുടെ സ്ഥിതികള് പ്രകൃതിയിൽ ആരോപിച്ചുകൊണ്ടാണ് ആ കവിത മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അതിന്റെ അവസാനം ഇങ്ങനെ വരുന്നു: ഒടുവിലെന്നൂഴമണഞ്ഞാൽ നിൻ വെളിച്ച കടലിൽ ഞാൻ അലിയാം. വളരെ ശാന്തമായിട്ട് ആ അവസാനത്തെ നോക്കിക്കാണുന്നതായിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്.